തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP പങ്കെടുക്കുന്ന വേദിയിൽ അൽഫോൺസാമ്മയുടെ ചിത്രവും ഉണ്ട്. മോദിയും മാർപ്പാപ്പയും കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങളും പലയിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നും തുറന്ന ജീപ്പിൽ തുടങ്ങിയിരുന്നു. അഗത്തിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ എത്തുകയായിരുന്നു. തുടർന്ന് റോഡ് മാർഗം തൃശൂരിലെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് തൃശൂർ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സമ്മേളന നഗരിയും പരിസരവും സായുധ സേനാംഗങ്ങളുടെ കാവലിലാണ്. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവയും വേദിക്ക് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട്. 3000-ഓളം പോലീസ് സേനാംഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. കുട്ടനല്ലൂരിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. റോഡ് ഷോയ്ക്കായി ജനറൽ ആശുപത്രിക്ക് സമീപമെത്തിയ നരേന്ദ്രമോദിയെ BJP പ്രവർത്തകർ സ്വീകരിച്ചു. ഇതിനുശേഷം വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ നായ്ക്കനാലിന് സമീപമുള്ള വേദിയിലെത്തുമ്പോഴും സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കാനുണ്ടായിരുന്നു. 16 പേരാണ് സമ്മേളന വേദിയിൽ സ്വീകരിക്കാനായി ഉണ്ടായത്. മഹിളാ സമ്മേളന വേദിയിൽ 42 പേർ ഉണ്ടായി. നടി ശോഭന, PT ഉഷ, ഉമാപ്രേമൻ, മിന്നുമണി, ബീന കണ്ണൻ തുടങ്ങി 8 പ്രമുഖ വനിതകൾ വേദിയിലുണ്ടായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, സുരേഷ് ഗോപി തുടങ്ങി പ്രധാന പുരുഷ നേതാക്കൾ മാത്രമേ വേദിയിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം BJPയിലെ വനിതാ നേതാക്കളായിരുന്നു. സദസ്സിന്റെ മുൻനിരയിൽ ക്ഷണിക്കപ്പെട്ട വനിതകളാണ് സ്ഥാനം പിടിച്ചത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാത്ത 1000-ലധികം വനിതകൾക്കാണ് ക്ഷണമുള്ളത്. ഇതിന് പിന്നിലാണ് വനിതാ പ്രവർത്തകർക്കുള്ള സീറ്റ്. ഇതിനും പിന്നിൽ റൗണ്ടിലാണ് പുരുഷന്മാർക്കുള്ള സ്ഥലം. കാശി വിശ്വനാഥിന്റെ മണ്ണിൽ നിന്നാണ് മോദി വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് BJP സംസ്ഥാനാധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. ഇതുപോലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള, ഇടപെടൽ നടത്തിയ, പ്രവർത്തിച്ചിട്ടുള്ള ഒരേ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എല്ലാ മേഖലയിലെയും സ്ത്രീകളെ മോദി കൈപിടിച്ച് ഉയർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേമ പെൻഷൻ ലഭിക്കാൻ പിച്ചച്ചട്ടിയെടുത്ത് സമരം നടത്തിയ മറിയക്കുട്ടിയും ഇത്തവണ വേദിയിൽ ഇടം പിടിച്ചിരുന്നു. അതേസമയം തന്നെ അമ്മമാരെ, സഹോദരിമാരെ എന്ന് തുടങ്ങിയാണ് ജനങ്ങളെ മോദി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. എന്തായാലും കേരളത്തിൽ BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി BJP കളം പിടിക്കാൻ ഒരുങ്ങുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു പ്രചരണാർത്ഥം ഇപ്പോൾ മോദിയും തൃശൂരിൽ എത്തിയിരിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകളും ഇത്തരത്തിൽ പൂരനഗരിയിൽ എത്തിയിരിക്കുകയാണ്. ജനസാഗരമാണ് ഇപ്പോൾ തൃശൂര്. തേക്കിൻകാട് മൈതാനിയിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ജനങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്നത്. 1000-ലധികം വനിതകൾക്കാണ് പാർട്ടി വേദികളിൽ ക്ഷണമുള്ളത്. അതായത് മികച്ച മേഖലകളിൽ മികവ് തെളിയിച്ച ഒരുപാട് പേരെ ഈ ഒരു വേദിയിൽ കാണാൻ സാധിക്കും.